കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധരും നേവിയുടെ സ്കൂബ ഡൈവേഴ്സുമാണ് ഗംഗാവാലി നദിയിൽ തെരച്ചിൽ നടത്തുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ ഏകോപനത്തിലെ വീഴ്ച കാരണം 1.5 മണിക്കൂർ വൈകിയാണ് ഇന്ന് ദൌത്യം ആരംഭിച്ചത്. രാവിലെ 8:30 തന്നെ ഈശ്വർ മാൽപ്പയും സംഘവും തിരച്ചിൽ ആരംഭിക്കാനായി എത്തിയിരുന്നു. എന്നാൽ ഗംഗാവാലി നദിയിലിറങ്ങാനുള്ള അനുമതി ലഭിച്ചില്ല. 10 മണിയോടെയാണ് ജില്ലാ ഭരണകൂടം പുഴയിലിറങ്ങാനുള്ള അനുമതി നൽകിയത്. ഈശ്വർ മാൽപ്പെ നടത്തിയ ആദ്യ ഡൈവിംഗിൽ ഒരു വാഹനത്തിന്റെ ലോഹഭാഗം കണ്ടെത്തി. എന്നാൽ ഇത് അർജുൻ ഓടിച്ച ലോറിയുടേതല്ലെന്ന് ട്രക്ക് ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. മറ്റൊരു ലോറിയുടെ കണ്ടെയ്നർ ലോക്കാണെന്നാണ് നിഗമനം. അർജുൻ മാൽപ്പെ സംഘത്തിലെ മറ്റൊരു മുങ്ങൽ വിദഗ്ധൻ കൂടി ഇന്ന് ദൌത്യത്തിന്റെ ഭാഗമായി. നേവിയിലെ 2 സ്കൂബ ഡൈവേഴ്സും പുഴയിൽ മുങ്ങി പരിശോധന നടത്തി. NDRF, SDRF സംഘവും മുങ്ങൽ വിദഗ്ധരെ സഹായിക്കാനായി ബോട്ടുകളിൽ പുഴയിലിറങ്ങി. തിരച്ചിലിന് അനുകൂലമായ തെളിഞ്ഞ കാലാവസ്ഥയാണ് ഷിരൂരിൽ. അടിയൊഴുക്ക് 2 നോട്ട്സിൽ താഴെ മാത്രമാണ്. കാർവാർ MLA സതീഷ് കൃഷ്ണസെയിൽ, ഉത്തര കന്നഡ കലക്ടർ ലക്ഷ്മിപ്രിയ, SP M നാരായണ എന്നിവർ ദൌത്യമേഖല സന്ദർശിച്ചു. അർജുന്റെ ബന്ധു ജിതിനും ലോറിയുടമ മനാഫും ഷിരൂരിൽ തുടരുകയാണ്. കൈരളി ന്യൂസ്, ഷിരൂർ.